ഹായ് ഓൾ കോൺസ്റ്റന്റ് 23 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ കാണാനായിട്ട് പോകുന്നത് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൽ തന്നെ എങ്ങനെ മലയാളം കൊണ്ടുവരാൻ പറ്റും. നമ്മളൊക്കെ ഇപ്പോൾ സാധാ അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ്, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ഫോണിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു മലയാളം ടൈപ്പിംഗ് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്ത് എങ്ങനെ മലയാളം ഉൾപ്പെടുത്തും. വേറെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമ്മുടെ കീബോർഡിൽ തന്നെ ഇത് കൊണ്ടുവരാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുക, എങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന മലയാളം, ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന മലയാളം നമുക്ക് ഡിസൈനിങ് യൂസിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേർഡിനകത്തൊക്കെ എങ്ങനെ കോപ്പി ചെയ്ത് മാറ്റാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് ഫോട്ടോഷോപ്പിനകത്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഈ മലയാളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് ഇതുവരെ കോൺസ്റ്റന്റ് 23 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തുള്ള പുതിയ പുതിയ ടെക്നിക്കൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് കാണാനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് പോകാം. നമ്മുടെ ഫോണിനകത്ത് എന്തൊക്കെ സെറ്റിങ്സ് ആണ് നമുക്ക് അതിനകത്ത് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. എന്തൊക്കെയാണ് നമുക്ക് ആ ഫോണിനകത്ത് ചെയ്യേണ്ടത് എന്ന് നോക്കിക്കളയാം. സിമ്പിളായിട്ട് ഞാൻ എടുക്കുന്നു ഗൂഗിൾ. ഇപ്പോൾ ഇവിടെ ഗൂഗിളിൻ്റെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്. ഞാൻ അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്താണ്, ഇംഗ്ലീഷ് മാത്രമേ എനിക്കിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനകത്ത് എങ്ങനെയാണ് മലയാളം കീബോർഡ് വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ, വേറൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാതെ, നിങ്ങളുടെ ഫോണൊന്നും ഹാങ് ആക്കാതെ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് മലയാളം കൊണ്ടുവരുന്നത് എന്നാണ് കാണാനായിട്ട് നമ്മൾ പോകുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എന്താ പറയുക, നിങ്ങളുടെ ഫോണിൻ്റെ എല്ലാ ആപ്ലിക്കേഷനിലേക്കും പോവുക, സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് ചെന്നതിന് ശേഷം ജസ്റ്റ് അവിടെ സെർച്ച് ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ സെർച്ച് ബട്ടണിൽ കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കീബോർഡ് അവിടെ കിട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കീബോർഡ് ഒന്നുകൂടെ കാണിച്ചു തരാം. കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റം ലാംഗ്വേജസ് ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു കോളത്തിൽ നിങ്ങൾക്ക് കീബോർഡ് അവിടെ കാണാനായിട്ട് പറ്റും. കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ ക്ലിക്ക് ചെയ്യുന്നത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ലാംഗ്വേജസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ആ ലാംഗ്വേജസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് മാത്രമേ ലാംഗ്വേജ് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിന് പകരം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റുക, ഇവിടെ ആഡ് എ ലാംഗ്വേജ് കൊടുക്കുക. ആഡ് എ ലാംഗ്വേജ് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും അടിയിലേക്ക് താഴേക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് മലയാളം ഉണ്ടോ എന്നൊന്ന് സെർച്ച് ചെയ്യാം. താഴേക്ക് സെർച്ച് ചെയ്ത് പോകുക. ഇപ്പോൾ മലയാളത്തിൽ തന്നെ മലയാളം എഴുതിയിട്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതിനകത്തൊരു ക്ലിക്ക് ചെയ്യുക. അതിനകത്തൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മലയാളം നമ്മുടെ ലാംഗ്വേജ് ആയിട്ട് ആഡ് ആയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. മലയാളം നമ്മുടെ ഒരു ലാംഗ്വേജ് ആയിട്ട് തന്നെ ആഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ മലയാളം ഒരു ലാംഗ്വേജ് ആയിട്ട് ആഡ് ആയതേ ഉള്ളൂ. ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാംഗ്വേജിനെ നമുക്ക് നമ്മുടെ കീബോർഡിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ കീബോർഡിലേക്ക് ഈ ലാംഗ്വേജിനെ നമുക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടി ചെയ്യേണ്ടത് ജസ്റ്റ് ബാക്ക് ഒന്ന് ഇറങ്ങുക. ജസ്റ്റ് ബാക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ നിങ്ങൾക്ക് വെർച്വൽ കീബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ കീബോർഡിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു വെർച്വൽ കീബോർഡിനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വെർച്വൽ കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ബോർഡ്, ഇതാണ് നമ്മുടെ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന കീബോർഡ്. നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ അതിനകത്ത് കാണുന്നത് ഈ ഒരു കീബോർഡ് ആയിരിക്കും. അതിന് പകരമായിട്ടാണ് നിങ്ങൾ ഒരുപാട് കീബോർഡ് വേറെ കൊണ്ടുവരുന്നത്. ഇവിടെ ബോർഡ് എന്ന് പറയുന്ന ആ ഒരു ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ലാംഗ്വേജസ്. ഇവിടെ കിടക്കുന്ന ലാംഗ്വേജസ്, ഇവിടുത്തെ ലാംഗ്വേജസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷും QWERTY കീബോർഡ്, 2 കീബോർഡ് മാത്രമേ ഇവിടെ സെറ്റ് ആയിട്ടുള്ളൂ. നമ്മളിവിടെ ജസ്റ്റ് കൊടുക്കുന്നു, ആഡ് കീബോർഡ് കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ സജസ്റ്റഡ് ലാംഗ്വേജസിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ മലയാളവും കയറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഓൾറെഡി നമ്മൾ മലയാളം ലാംഗ്വേജ് ആയിട്ട് ആഡ് ചെയ്തത് കൊണ്ട് മലയാളം അവിടെ ആ ലിസ്റ്റിൽ കാണാനായിട്ട് പറ്റും. മലയാളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രിഫറൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതിൻ്റെ സെറ്റിങ്സ് ഒന്ന്, നമ്മൾ ABC, അതായത് നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ തന്നെ അത് മംഗ്ലീഷായിട്ട് മലയാളമായിട്ട് മാറും, ഈസി ആയിട്ട് മാറും. അത് ഒന്നാമത്തെ സെറ്റിംഗ്. 2, മലയാളം കീബോർഡ് എക്സാക്റ്റ് മലയാളം കീബോർഡായിട്ട് തന്നെ നമുക്ക് കിട്ടും. അത് 2. ഇനി 3, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്. നമ്മൾ തറാന്ന് എഴുതി കഴിഞ്ഞാൽ തറാന്ന് തന്നെ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനത്തുള്ള 3 സെറ്റിങ്സ് ആണ് ഇതിനകത്തുള്ളത്. ഞാനിത് 3 എനേബിൾ ചെയ്യുന്നു. വേണ്ടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. 3 ഞാൻ എനേബിൾ ചെയ്യുന്നു. അതിനുശേഷം ഡണ്ണ് കൊടുക്കുന്നു. ഡണ്ണ് കൊടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ കീബോർഡ്, മലയാളം കീബോർഡ് ആഡ് ആയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ കീബോർഡിനകത്ത് ആഡ് ആയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ബാക്ക് വരുന്നു. ഇനി നമുക്ക് ഒരു സെറ്റിംഗ് കൂടെ ഉണ്ട്. അത് നമുക്ക് ഈ വീഡിയോയുടെ പുറകിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഞാൻ ഈ വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ കീബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. കീബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ നോട്ട്സിലേക്ക് വരുന്നു. നോട്ട്സിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സ്പേസ് ബാറിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സ്പേസ് ബാറിൽ അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് നോക്കി. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മലയാളം ഇവിടെ കാണാനായിട്ട് പറ്റും. 3 ടൈപ്പ് കീബോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് എഴുതുമ്പോൾ അത് മലയാളമായിട്ട് പോകുന്നു. 2 മലയാളം കീബോർഡ് തന്നെ നമുക്ക് കിട്ടുന്നു. 3 ഹാൻഡ് റൈറ്റിംഗ് കിട്ടും. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു, മലയാളം സെലക്ട് ചെയ്യുന്നു, മംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇനി കീബോർഡിൽ എനിക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എനിക്ക്
ദാ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റി. എനിക്ക് എന്നതിന് പകരമായിട്ട് കാണാനായിട്ട് പറ്റും. ദാ ഇവിടെ കീബോർഡിൽ ഒരുപാട് സജഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റി. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള സജഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് വേണം എന്ന് പറയുകയാണ്. വേണമെന്ന് നിങ്ങൾക്ക് കീബോർഡിൽ കിട്ടും. ഈസി ആയിട്ട് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനിയല്ല, നമുക്ക് രണ്ടാമത്തെ ഒന്ന് നോക്കിക്കളയാം. എന്താണ് മലയാളം കീബോർഡ്, എക്സാക്റ്റ് മലയാളം കീബോർഡ് എന്താണെന്ന് നോക്കിക്കളയാം. അവിടെ തന്നെ ലോങ് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ തന്നെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കീബോർഡ് തന്നെ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ലോങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കീബോർഡ് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യാണ്. ഇവിടെ തന്നെ വന്ന് കണ്ടുപോലെ എല്ലാ അക്ഷരങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എല്ലാ അക്ഷരങ്ങളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നോക്കിയേ, ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓരോ അക്ഷരങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ആദ്യത്തെ മെത്തേഡ് പ്രിഫർ ചെയ്യുള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഒരു സാധനം കൂടെ ഉണ്ട്, മലയാളം ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. ഞാനിവിടെ തറ എന്ന് എഴുതുന്നു. അവിടെ രായായിട്ടാണ് കേട്ടോ എൻ്റെ താഴെ എടുത്തത്. അതിന് നോക്കിയേ, ഇത് അതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം നമുക്കിവിടെ കിട്ടും. നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചതിന് പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം നമുക്കവിടെ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ കീബോർഡിൻ്റെ കേസ്. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് വേറൊരു ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഫോണൊന്നും ഹാങ് ആവാതെ വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കൊണ്ടുവന്നത് കണ്ടോ, കീബോർഡ് കൊണ്ടുവന്നതായിട്ട് കണ്ടോ. ഇനി ഇതല്ല നിങ്ങൾക്ക് വേണ്ടത്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് എനിക്കറിയാം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി, അതായത് നമ്മൾ പറയുമ്പോൾ തന്നെ അത് മലയാളമായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മെത്തേഡ് നമുക്കിത് ചെയ്യാം. ഒന്നെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സെറ്റിങ്സിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇവിടെ ഈ ഗ്ലോബിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ഈ ഗ്ലോബിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ലാംഗ്വേജ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങളെ ഡയറക്റ്റായിട്ട് കൂട്ടിക്കൊണ്ട് പോവുക ഇങ്ങനെ ഒരു സെറ്റിങ്ങിലേക്കായിരിക്കും, ഇങ്ങനെ ഒരു സെറ്റിങ്സിലേക്കായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ടാബിൽ വരിക. സെറ്റിങ്സ് എന്ന് പറയുന്ന ടാബിനകത്ത് വന്നതിന് ശേഷം ഇവിടെ പിന്നെയും വെർച്വൽ കീബോർഡ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് പോവുക. വെർച്വൽ കീബോർഡ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് പോവുക. അവിടെ ഇതാണ്ടോ ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ്, അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, പിന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ വേറെ എല്ലാത്തിൻ്റെ സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. അപ്പോൾ താഴോട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോവുക. താഴോട്ട് സെർച്ച് ചെയ്ത് പോകുമ്പോൾ താണ്ടോ നമ്മുടെ മലയാളം ഇവിടെ കിടക്കുന്നതായിട്ട് കാണും. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മലയാളം ഭാഷയായിട്ട് തന്നെ ആഡ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പ്രൈമറി ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. പ്രൈമറി ആയിട്ട് കിടക്കുന്നത്, നിങ്ങൾ വോയിസ് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈമറി ആയിട്ട് കിടക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ അതിനകത്തൊന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ, മലയാളം സെലക്റ്റഡ് ആസ് എ പ്രൈമറി ലാംഗ്വേജ്. ഇതാണ്ടോ ഒന്നുകൂടെ കാണിച്ചു തരാം. ലോങ് പ്രസ് ചെയ്യുമ്പോൾ മലയാളം സെലക്റ്റഡ് ആസ് എ പ്രൈമറി ലാംഗ്വേജ്. ഇപ്പോൾ മലയാളം പ്രൈമറി ലാംഗ്വേജ് ആണ്. അതിനുശേഷം സേവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മിനിറ്റ് നിങ്ങളുടെ അടുത്ത് ചോദിക്കും ചേഞ്ച് പ്രൈമറി ലാംഗ്വേജ്, അതായത് ഇപ്പോൾ കിടക്കുന്ന ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ചെയ്യണോ എന്നാണ്. അപ്പോൾ അവർ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. ഓക്കെ, ഗൂഗിളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത് ഇംഗ്ലീഷ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ്. അപ്പോൾ ഞാൻ നോ താങ്ക്സ് കൊടുത്തിട്ട് മലയാളത്തെ പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് സേവ് ചെയ്യുന്നു. ഇപ്പം നിങ്ങളുടെ വോയിസ് കമാൻഡിനകത്ത് മലയാളമായിരിക്കും എടുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് നമുക്കൊന്ന് നോക്കിക്കളയാം. നിങ്ങളുടെ കീബോർഡിനകത്തേക്ക് വരുന്നു. നമുക്ക് പിന്നെയും ആ ഒരു ടൈപ്പ് ചെയ്യുന്ന ആ ഒരു നോട്ട് പാഡിലേക്ക് പോവാം. ഈ വോയിസ് എടുക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. വോയിസ് എടുക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മൈക്കിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ആ മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അവിടെ ടൈപ്പ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ പിന്നെ ടാപ്പ് ടു സ്പീക്ക് കൊടുക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കണ്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ എന്ത് പറഞ്ഞാലും അത് പെതുക്കെ പറയുകയാണെങ്കിൽ എല്ലാം അവിടെ ടൈപ്പ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വേറൊരു കീബോർഡിൻ്റെയും സഹായമില്ലാതെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേട്ടോ, ഇത് ഇച്ചിരി കൂടി ഒരു ഈസി മെത്തേഡാണ്. നിങ്ങൾക്ക് വേറൊരു കീബോർഡിൻ്റെ സഹായമില്ലാതെ വേറൊരു ആപ്ലിക്കേഷൻ്റെയും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ ഗൂഗിളിൻ്റെ തന്നെ സഹായത്തോടെ നിങ്ങൾക്ക് ഇതിവിടെ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റും. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോണിൽ അത്യാവശ്യമായിട്ട് ഒരാൾക്ക് വേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി നമ്മൾ ഡിസൈനേഴ്സിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടൈപ്പിങ്ങിൻ്റെ ഒക്കെ മലയാളം ടൈപ്പിംഗ് ഒക്കെ പഠിക്കുന്നവരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം മലയാളം ടൈപ്പിംഗ് ഒക്കെ പഠിക്കുന്നവർ ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട് കീബോർഡിൻ്റെ കീ ഒക്കെ
പഠിക്കുന്നവരാണ് അല്ലേ, കീബോർഡിൻ്റെ കീ ഒക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെ ഈ ഒരു ടൈപ്പിങ്ങിനെ നമ്മൾ പേരിട്ട് വിളിക്കുക യൂണിക്കോഡ് എന്നാണ് പേരിട്ട് വിളിക്കുക. എന്താണ് ഇതിനെ പേരിട്ട് വിളിക്കുക എന്നറിയോ? ഇതിനെ നമ്മൾ യൂണിക്കോഡ് എന്ന പേരിട്ടാണ് ഇവരെ വിളിക്കുക. ഇവരെ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് യൂണിക്കോഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു യൂണിക്കോഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഫോട്ടോഷോപ്പിലൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഞാൻ എന്താ ഇത്രയും സാധനങ്ങൾ ഞാനെടുത്ത് ഒന്ന് ഫോട്ടോഷോപ്പിലൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം മലയാളം കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്യാൻ പഠിക്കുന്നവരോടൊക്കെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ സെലക്ട് ആൾ കൊടുത്തിട്ട് ഞാനിതൊന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ഡെസ്ക്ടോപ്പിൽ ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് നോക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഒരു ലിപിയാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. കണ്ടോ, യൂണിക്കോഡ് ഈ കാരണവശാലും എന്ത് എടുക്കില്ല, നമ്മുടെ ഫോട്ടോഷോപ്പ് പോലത്തുള്ള സാധനങ്ങളൊന്നും നമ്മുടെ യൂണിക്കോഡ് എടുക്കില്ല. അപ്പോൾ നമ്മൾ ഈ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ ടൈപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഈ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നതെല്ലാം എന്താണ് യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതൊരു കാരണവശാലും ഈ ഫോട്ടോഷോപ്പ് പോലത്തുള്ള ഡിസൈനിങ്, വേർഡ്, എക്സൽ അതുപോലത്തുള്ള സാധനം ഒന്നും യൂണിക്കോഡ് എടുക്കില്ല. അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ML ഫോണ്ട് അല്ലെങ്കിൽ FML ഫോണ്ട് ഒക്കെയാണ് അവിടെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളം ഫോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണ്ടിനെ നമുക്ക് എങ്ങനെ FML അല്ലെങ്കിൽ ML യൂണിക്കോഡിനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഇനി വളരെ ഈസി ആയിട്ട് മലയാളം ടൈപ്പിംഗ് ഇത് ഉപയോഗിച്ച് തന്നെ പഠിക്കാനായിട്ട് പറ്റും. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇനി ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്നവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ചങ്ങാതി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഉണ്ട്, malayalam.chengadi.com എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഈ ഒരു മംഗ്ലീഷ് സപ്പോർട്ടഡ് ആണ്. ജസ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു എനിക്ക് എന്ന് ടൈപ്പ് ചെയ്താൽ അവിടെ എനിക്ക് എന്ന് വരും. നിങ്ങളോട് എന്നിട്ട് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് വളരെ ഒരു ഈസി ആയിട്ടുള്ളൊരു വേ ആണ്. നമുക്ക് മലയാളം പഠിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എനിക്ക് എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതും എന്താണ് യൂണിക്കോഡ് എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ഹിറ്റ് ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇവിടെ നിങ്ങൾക്കൊന്ന് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വകഭേദങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എനിക്കും അത് വേണമെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കറക്റ്റ് ചെയ്ത് ഓട്ടോ കറക്ഷനുള്ള ഒരു ടൂള് നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. നിങ്ങൾക്ക് വേണ്ടുന്ന സാധനം ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് എടുത്ത് ക്ലിക്ക് ചെയ്ത് അത് സ്പേസ് അടിച്ചു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഇനി നമുക്ക് എങ്ങനെ ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫോട്ടോഷോപ്പിൽ. ഇത് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇതുകൂടെ ഞാനൊന്ന് കോപ്പി ചെയ്ത് ആ ഒരു ഫോട്ടോഷോപ്പിനകത്തോട്ടേക്ക് ഒന്ന് പോയി പേസ്റ്റ് ചെയ്ത് കാണിക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാം. കണ്ടോ, എനിക്ക് എന്നുള്ളത് കിക്ക് എന്ന് പറഞ്ഞ് രണ്ടെണ്ണമായിട്ട് 2 ക്യാരക്ടറായിട്ട് മാറി. ഇതൊരു യൂണിക്കോഡാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ടൈപ്പിറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടൈപ്പിറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ്. ടൈപ്പിറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ടൈപ്പിറ്റ് എടുക്കുക. ടൈപ്പിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഒപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരുപാട് ML ഫോൺസും FML ഫോൺസും ഡിസൈനേഴ്സിന് വേണ്ടുന്ന ഒരുപാട് ഫോൺസിൻ്റെ ഒരു കളക്ഷനും ഞാൻ ഒരു സിപ്പ് ഫയലായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് അത് പ്രയോജനപ്പെടുത്താം, യൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ നമ്മുടെ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം കോപ്പി കൊടുക്കുന്നു, അല്ലെങ്കിൽ സെലക്ട് ആൾ കൊടുത്ത് മൊത്തത്തിൽ അങ്ങ് കോപ്പി ചെയ്യാം. സെലക്ട് ആൾ കൊടുത്തില്ല, ഞാൻ സെലക്ട് ആൾ കൊടുക്കുന്നു, കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ ഇങ്ങനെ ഉള്ള അക്ഷരങ്ങളായിട്ടേ കാണുകയുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. കൺവേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഇപ്പോൾ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ആണ്. കൺവേർട്ടിനകത്ത് പേസ്റ്റ് ഫ്രം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. പേസ്റ്റ് ഫ്രമിൽ ഏറ്റവും മേളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് യൂണിക്കോഡ്, ഇതാണ് നമ്മുടെ യൂണിക്കോഡ് എന്ന് പറയുന്ന സാധനം. പേസ്റ്റ് ഫ്രം യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തതെല്ലാം അവിടെ യൂണിക്കോഡ് ഭാഷകളിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്ത് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ ഇത്രയും കളയുന്നു, നമുക്ക് ഇത്രയും മതി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്നോട്ട് ഞാൻ ഇങ്ങനെ കൺട്രോൾ ഞെക്കുന്നു. ഇപ്പോൾ ഇത് യൂണിക്കോഡായിട്ടാണ് ഇതിൽ കിടക്കുന്നത്. നമുക്ക് വേണ്ടത് ഇതിനെ FML അല്ലെങ്കിൽ ML കൺവേർട്ട് ചെയ്യുക, മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു ആവശ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നു, കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പേസ്റ്റ് ഫ്രം, അതായത് ഇവിടുന്ന് പേസ്റ്റ് ചെയ്തു എന്ന് ആണ് കാണിച്ചത്. ഈ പേസ്റ്റ് ഫ്രം യൂണിക്കോഡാണ് കൊടുത്തത്. ഇനി നമുക്ക് അതിനെ എന്തിൽ ചെയ്യണം, കോപ്പി ടു താഴോട്ട് വരുമ്പോൾ FML എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ താഴോട്ട് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇത് ഈ ഒരു ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് യൂസ് ചെയ്യാം.
കോപ്പി ടു FML എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ, കോപ്പി ടു FML എന്ന് പറയുന്ന മലയാളം ഫോണ്ടിലേക്ക് കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. FML-ൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, കൺവെർട്ടഡ് ടു FML സീരീസ്. അതാണ് കേട്ടോ, ആ ഫോണ്ട് FML സീരീസിലേക്ക് കൺവെർട്ടഡ് ആയിട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഞാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഫോട്ടോഷോപ്പിലാണെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തുള്ള ക്യാരക്ടറായിട്ടാണ് ഇത് കാണുക എങ്കിൽ ജസ്റ്റ് മേളിൽ പോയിട്ട് നമ്മുടെ FML സീരീസിൽപ്പെട്ട ഏത് ഫോണ്ട് വേണമെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ യു ക്യാൻ നൗ സീ ദ മാജിക്. കണ്ടോ, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതാണ് കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഈ ഫോണ്ടുകളെല്ലാം എന്ത് ചെയ്തു, നമ്മുടെ FML സീരീസിലേക്ക് എടുത്തു കഴിഞ്ഞു. ഞാൻ FML പൂരം എന്ന് പറയുന്ന, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ടാണ് FML പൂരം എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഞാൻ കൊടുക്കുന്നു. കണ്ടോ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് ഇപ്പോൾ കാണാനായിട്ട് പറ്റും. ഞാൻ മേളിൽ കോപ്പി ചെയ്തിരിക്കുന്നതും താഴെ ചെയ്തിരിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വേർഡിനകത്ത് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിനകത്തൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ കണ്ടത് എങ്ങനെയാണ് യൂണിക്കോഡിനെ നമ്മൾ FML-ലോട്ട് കൺവെർട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൺവെർട്ട് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫേസ്ബുക്ക് മെസ്സേജുകൾ ഇതെല്ലാം നമുക്ക് കൺവെർട്ട് ചെയ്ത് നമ്മുടെ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേർഡിനകത്തേക്കൊക്കെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഒന്നും സഹായമില്ല, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സോഫ്റ്റ്വെയറും അതിൻ്റെ കാര്യങ്ങളും ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഒന്ന്, വളരെ ഈസി ആയിട്ട് എന്താ പറയുക, നമ്മുടെ ഫോണിൽ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ എന്താണ് പറയുക, മലയാളം എന്ന് പറയുന്ന ഫോണ്ട് പറയുന്നതിനും എഴുതുന്നതിനും ഒക്കെ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ആ ഫോണ്ട്, ആ ഒരു സാധനം നമുക്ക് എങ്ങനെ ഈ ഒരു എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലത്തുള്ള ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടിയിട്ട് Constant23 എന്ന് പറയുന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഈ വിവരം ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, എല്ലാവരെയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഓൾ.